പ്രതിലിപിയിലെ ട്രെൻഡിങ് തീമുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. പ്രണയകഥകളാണ് പ്രതിലിപിയിലെ പ്രധാന തീമുകളിൽ ഒന്നായി വരുന്നത്. നായകനും നായികയുമായിട്ടുള്ള കെമിസ്ട്രി, വഴക്കുകൾ, പ്രണയ നിമിഷങ്ങൾ ഇവയൊക്കെയാണ് ഇതിലെ പ്രധാന കാര്യങ്ങളായി സംഭവിക്കുന്നത്. ഇത് വായനക്കാരുടെ ഹൃദയത്തിൽ പെട്ടെന്ന് ഇടം പിടിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ വരുന്ന പ്രധാന സബ് ജോണറുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ സംസാരിച്ചു. താല്പര്യമില്ലാത്ത വിവാഹം, അതായത് നിർബന്ധപൂർവ്വം നടക്കുന്ന വിവാഹങ്ങൾ. ഇത്തരം കഥകൾ എന്തുകൊണ്ടാണ് കൂടുതൽ നന്നാകുന്നത്, എന്തുകൊണ്ടാണ് ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് ഇടം പിടിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇത്തരം കഥകളുടെ കുറച്ച് ഉദാഹരണങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. അടുത്തതായി ഇതിൽ വരുന്ന മറ്റൊരു സബ് ജോണറായിരുന്നു ബിസിനസ് മാഗ്നറ്റുകളുടെ പ്രണയം. അത് എങ്ങനെയുള്ളതായിരിക്കണം നായകൻ എന്നുള്ളതിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അതിനോടൊപ്പം തന്നെ നായികയുടെ കാര്യങ്ങൾ, ഇത് എന്തുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അതായത് നായകനോട് എങ്ങനെയാണ് നായികയുടെ പെരുമാറ്റം, അത് നായകന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയായിരുന്നു ഇതിൽ ഉൾപ്പെടുത്തിയ മറ്റൊരു കാര്യം. ഇതിനുള്ള ഉദാഹരണങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന നായകന്റെ കഥകൾ, അതിൽ ഉൾപ്പെടുത്തേണ്ട നിമിഷങ്ങൾ, എന്തുകൊണ്ട് ഇത് വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, തുടർന്ന കാര്യങ്ങൾ. ഇത്തരത്തിൽ ഉള്ള പ്രണയകഥകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇത് സംബന്ധിച്ച് സംശയങ്ങളൊന്നുമില്ലെന്ന് കരുതുന്നു. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാന്റസി കഥകളെ കുറിച്ചാണ്. ഫാന്റസി കഥകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്ന ചില സിനിമകളുണ്ട്. ഒന്ന് യോധ, ചുരുളി, അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് റിലീസായ പടക്കളം പോലുള്ള സിനിമകൾ. ഇത്തരം ജോണറുകൾക്ക് പ്രതിലിപിയിൽ ആരാധകർ ഏറെയാണ്. അപ്പോൾ ഇത് ഇത് ആളുകളുടെ ശ്രദ്ധ നേടാനുള്ള പ്രധാന കാരണം എന്താണെന്നാൽ, ഇത് നമ്മളെ ഒരു സാഹസികത നിറഞ്ഞ മറ്റൊരു ലോകത്തേക്കാണ് വായനക്കാരെ ഇത്തരം കഥകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ലൈക്ക് കെട്ടുകഥകൾ, നമ്മൾ കേട്ടിട്ടുള്ള കെട്ടുകഥകള്, അമാനുഷിക ശക്തികളുള്ള ആൾക്കാരുടെ കഥകള്, അല്ലെങ്കിൽ പഴയ തറവാടുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിശ്വാസങ്ങള്, ഇവയൊക്കെ ഈ ജോണറിൽ ഉൾപ്പെടുന്ന കഥകളാണ്. തന്റെ ശക്തി കണ്ടെത്തുന്ന നായകൻ, ഇച്ഛാധാരിയായ നായകൻ, ഭൂമിയിൽ ഇറങ്ങി വരുന്ന ദൈവം, ഇങ്ങനെ നമ്മുടെ ലോജിക്കൽ മൈൻഡിന്, നമ്മുടെ ഒരു യുക്തിബോധത്തിന് ഒരിക്കലും ദഹിക്കാത്ത കാര്യങ്ങളാണ് ഇത്തരം ജോണറുകളിൽ നമ്മൾ എപ്പോഴും എഴുതാൻ ശ്രമിക്കുക. അതേസമയം തന്നെ ഇത്തരം കഥകളിൽ പ്രണയവും സാഹസികതയും മാന്ത്രികതയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ കൂടി ശ്രമിക്കണം. ഇതിനകത്തുള്ള സബ് ജോണറുകളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. പുനർജന്മ കഥകളാണ് അതിലൊന്ന്. അതായത് നമ്മുടെ മയിൽപ്പീലിക്കാവ് സിനിമയിലെ അതുപോലെ തന്നെ പഴയ ജന്മത്തിലെ ശക്തി കിട്ടുന്ന ഒരാള്, അല്ലെങ്കിൽ ആ ജന്മത്തിലെ ഓർമ്മകളുമായിട്ട് ജനിക്കുന്ന ഒരാള്, അതിനുശേഷം ആ ജന്മത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രണയം അല്ലെങ്കിൽ പക, പ്രതികാരം ഒക്കെ ഈ ജന്മത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന തരം കഥകൾ. ഇതിനകത്ത് ഒരു പുനർജന്മവും അതിൻ്റെ ഒരു മാന്ത്രികതയും പ്രതികാരം, പ്രണയം പോലുള്ള വൈകാരികമായ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി എഴുതുമ്പോൾ ഇത് ആരിലും ഉദ്വേഗം ജനിപ്പിക്കുന്ന ഒരു കഥയായി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഇതിനുള്ള ഉദാഹരണമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഒരു പഴയ തറവാട്, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഉദ്വേഗം തോന്നുന്ന ഒരു സ്ഥലത്ത് ഇത്തരം കഥകൾ ഒരുക്കിയാൽ ഇതിലേക്ക് എത്തുന്ന വായനക്കാരുടെ എണ്ണവും വളരെ കൂടുതലായിരിക്കും. ഉദാഹരണം വായിച്ചു നോക്കാമോ? ദയവായി ക്ഷമിക്കണം.
ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചാറ്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടിരുന്നത്. ഞങ്ങൾ ചാറ്റ് ബോക്സ് മ്യൂട്ട് ചെയ്യുകയാണ്. ചാറ്റ് ബോക്സ് ഒരിക്കലും നിങ്ങളുടെ രചനകളുടെ ലിങ്ക് പങ്കുവയ്ക്കാനോ ഷെയർ ചെയ്യാനോ ആവശ്യപ്പെടാനുള്ള ഒരു ഇടമല്ല. ഈ ബുദ്ധിമുട്ടുണ്ടായതിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. ഇതിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊന്നാണ് കെട്ടുകഥകൾ. അതായത് നമ്മൾ കേട്ടിട്ടുള്ള ഈ അനുഗ്രഹം, ശാപം, ശാപമേറ്റ ഒരു കുടുംബം, അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിൽ ഉണ്ടാകുന്ന ശാപം, ഇതിനെയൊക്കെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ഇപ്പൊ ഒരു നമ്മൾ പറയില്ലേ, നാഗമാണിക്യം സ്പർശിക്കുമ്പോൾ അനുഗ്രഹം കിട്ടുന്നു, അതുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾ, അപ്പൊ മാണിക്യം മോഷ്ടിക്കാൻ വരുന്ന ആളുകൾ, ഇതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്ന കഥകളാണ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു മോഡേൺ ട്വിസ്റ്റുകൾ കൂടി കൊണ്ടുവരാൻ ശ്രമിക്കണം. അതായത് പഴയ കഥകൾ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. കാലങ്ങളായ കഥകൾ, അവിടെ എന്ത് സംഭവിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇതിന് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് എങ്ങനെ കൊണ്ടുവരാം എന്ന് ശ്രമിച്ചാൽ ഇത് കുറച്ചുകൂടെ രസകരമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. ഇത് നടക്കുമ്പോൾ തന്നെ നായകനും നായികയും തമ്മിലുള്ള സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ കുടുംബ സന്ദർഭങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്യുമല്ലോ. ഇതിന് ഒരു ഉദാഹരണം കൂടി ചുവടെ ചേർക്കുന്നുണ്ട്, ദയവായി വായിച്ചു നോക്കുക. മറ്റൊന്നാണ് മാന്ത്രിക ലോകത്ത് നടക്കുന്ന കഥകൾ. ഉദാഹരണം വായിച്ചു എന്ന് കരുതുന്നു. മറ്റൊന്നാണ് മാന്ത്രിക ലോകത്ത് നടക്കുന്ന കഥകൾ. ഇപ്പോ നാർണി പോലുള്ള കഥകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം. അതായത് ഒരു പുസ്തകം, അല്ലെങ്കിൽ ഒരു കണ്ണാടി, അല്ലെങ്കിൽ ഒരു അലമാര, ഇതിൽ നിന്നൊക്കെ ഇത് തുറക്കുമ്പോൾ നമ്മളൊരു ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത, ചിന്തിച്ചു നോക്കിയിട്ടില്ലാത്ത ഒരു മാന്ത്രിക ലോകത്തേക്ക് നിങ്ങൾ എത്തുകയാണ്. അത്തരം കഥകളും നിങ്ങൾക്ക് വളരെ രസകരമായി തോന്നില്ലേ? നമ്മൾ പോകുമ്പോ തൊട്ടാൽ പൂവിരിയുന്ന സ്ഥലങ്ങൾ, ആലീസ് ഇൻ വണ്ടർലാൻഡ് പോലെ. അത്തരം കഥകൾ എഴുതുന്നത് വായനക്കാർക്ക് നമ്മുടെ ഈ വേൾഡിന്റെ റിയാലിറ്റിയിൽ നിന്ന് മറ്റൊരു സുന്ദരമായ ലോകത്തേക്ക് ആൾക്കാരെ പോവാൻ സഹായിക്കുന്ന കഥകളാണ് അത്തരം കഥകൾ. മാന്ത്രിക ലോകത്തിന്റെ അനുഭവം, അതിന്റെ സാഹസികത, അത് നൽകുന്ന അത്ഭുതകരമായ ഫീലിംഗ്, ഇതൊക്കെയാണ് ഇത്തരം കഥകൾ ആളുകൾ ഇഷ്ടപ്പെടാൻ കാരണമാകുന്നത്. ഇതിനുള്ള ഉദാഹരണമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഫാന്റസി കഥകൾ എല്ലാവർക്കും വായിക്കാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. ഫാന്റസി കഥകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് അടുത്തതായി നോക്കാം. ഫാന്റസി കഥകൾ എഴുതുമ്പോൾ നിങ്ങൾ ശക്തമായ ഒരു മാന്ത്രിക ലോകം നിങ്ങൾ ആ രചനകളിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അതായത് ഓരോ മാന്ത്രിക ലോകത്തിനും അവരുടേതായ ചില നിയമങ്ങൾ കാണും, അത് നടക്കുന്ന രീതി കാണും, അവിടെയുള്ള അതീന്ദ്രിയ ശക്തികൾ ഉണ്ടാവും, അവിടെ ചില ഡ്രാഗൺ പോലുള്ള അത്ഭുത ജീവികൾ ഉണ്ടാകും. ഇതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതായത് നിങ്ങൾ ആ ലോകത്തെ പറ്റി എഴുതുമ്പോൾ ആ ലോകം മനസ്സിൽ കാണാൻ നിങ്ങളുടെ വായനക്കാർക്ക് കഴിയണം. ആ ഭാവനയിൽ ജീവിക്കാൻ നിങ്ങളുടെ വായനക്കാർക്ക് കഴിയണം. പിന്നെ ഇതിനകത്ത് നായകന് ഒരു നിയോഗം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ശാപം ലഭിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു അതീന്ദ്രിയ ശക്തി ഉണ്ടാകണം. അങ്ങനെ യുക്തിപരമായി ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഘടകങ്ങൾ ഇത്തരം കഥകളിൽ ഉണ്ടാകണം. കൂടാതെ ഇത്തരം കഥകളിൽ വൈകാരികമായ നിമിഷങ്ങൾ കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. അത് പ്രണയം മാത്രമല്ല, പ്രതികാരമാകാം, കുടുംബസ്നേഹമാകാം, വിധേയത്വമാകാം, ത്യാഗമാകാം, ഒരു രാജകൊട്ടാരവും അതിൻ്റെ പ്രജകളോടുള്ള ഉത്തരവാദിത്വമാകാം, അങ്ങനെ എന്തുമാകാം. പക്ഷെ ഓരോ വികാരങ്ങൾ എഴുതുമ്പോഴും അതിനെ ആഴത്തിൽ എഴുതാൻ ശ്രമിക്കുക.
ആ വികാരങ്ങൾ ആ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ വായനക്കാരിലും എത്തിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത്തരം രചനകളിൽ നിങ്ങൾക്ക് വളരെ ശക്തനായ ഒരു എതിരാളി ഉണ്ടായിരിക്കണം. ആഹ് എതിരാളി വളരെ ശക്തനായിരിക്കണം എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യനാകണമെന്നില്ല. അതൊരു ദുഷ്ടശക്തിയാകാം, സാത്താനാകാം, ഒരു കുടുംബത്തിലെ ആളുകളെ മുഴുവൻ പിന്തുടരുന്ന ഒരു ശാപമാകാം, ഭൂതങ്ങളാകാം, അങ്ങനെ എന്തുമാകാം ആ എതിരാളി. പക്ഷെ ആ എതിരാളിയെ ജയിച്ചു വരാനുള്ള ഒരു ശക്തി, ഒരു കഴിവ്, അല്ലെങ്കിൽ അതിനുള്ളൊരു മനസ്സുറപ്പ് നമ്മുടെ നായക കഥാപാത്രങ്ങൾക്ക് കൊണ്ടുവരണം. അത് പാവമായിരുന്നെങ്കിൽ കൂടി പിന്നീട് ആ കഥാപാത്രങ്ങളുടെ വളർച്ച അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ വാക്കുകൾ കൂടി ഒരു അത്ഭുത ലോകവും മാന്ത്രിക അനുഭവവും നിങ്ങൾക്ക് വായനക്കാരിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ അത്തരം ഫാന്റസി സ്റ്റോറികൾ എപ്പോഴും ഒരു വിജയമായിരിക്കും. പിന്നെ നിഗൂഢത എന്ന് പറയുന്നത് ഫാന്റസി സ്റ്റോറികളുടെ ജീവനാണ്. അതൊരിക്കലും കൈവിടാതിരിക്കുക. കഥാപാത്രങ്ങളുടെ വളർച്ച മുമ്പ് പറഞ്ഞ പോലെ സാധാരണക്കാരനായ ഒരാൾ ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അതിശക്തനായി മാറുന്നു, അല്ലെങ്കിൽ വളരെ പേടിത്തൊണ്ടനായ ഒരാൾ ഇതെല്ലാം മുന്നേറണമെങ്കിൽ വളരെ ധൈര്യശാലിയായി മാറണം. ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഇവിടുത്തെ കഥാപാത്രങ്ങളുടെ വളർച്ച. ഒരു നിമിഷം. നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. അടുത്തതായി പ്രതിലിപിയിൽ ശ്രദ്ധ നേടുന്ന ഒരു ജോണറാണ് പ്രേതകഥകൾ. പ്രേതകഥകൾ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ നമ്മുടെ കസിൻസിന്റെ കൂടെ കൂടുമ്പോഴും വീട്ടിൽ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോഴും ഒക്കെ രാത്രി ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ ആദ്യം പറഞ്ഞ് പേടിപ്പിക്കുന്നത് പ്രേതകഥയായിരിക്കും. അങ്ങനത്തെ പ്രേതകഥ ഇഷ്ടപ്പെടാത്ത ആരും, പേടിയൊക്കെ ഉണ്ടാവും, എനിക്കിത് കേൾക്കണ്ടെന്നും ചിലപ്പോൾ പറയും. പക്ഷെ ആ പ്രേതകഥ അറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ചില സമയങ്ങളും ഉണ്ടാവും. അതാണ് മിക്ക പ്രേതകഥകളുടെയും വിജയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രതിലിപിയിലും പ്രേതകഥകൾ വായിക്കാൻ, ഹൊറർ ജോണറിലുള്ള കഥകൾ വായിക്കാൻ ഒരുപാട് ആളുകളാണുള്ളത്. ഈ പ്രേതകഥകൾക്ക് വളരെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമായിരിക്കും ഉണ്ടായിരിക്കുക. അതില് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാപ്റ്ററിൽ ഒളിഞ്ഞിരിക്കുന്ന കുറെ രഹസ്യങ്ങളുണ്ടാവും. ഇതൊക്കെ ഉണ്ടല്ലോ, ആൾക്കാർ, നമ്മുടെ വായനക്കാരെ ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ ഇങ്ങനെ എത്തിക്കും. അതാണ് നിങ്ങളുടെ രചന മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ കഥകളി എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക്, സാധാരണ ഇപ്പൊ ഭൂതകാലം സിനിമയില് പ്രേതം വരുന്നത് നമ്മുടെ ഒരു നോർമൽ ഒരു വീട്ടില്, എല്ലാരും വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടില്, അതിൽ തുടങ്ങി ഒരു വലിയ തറവാട് അല്ലെങ്കിൽ ഒരു ക്ഷേത്രം എന്നിവിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ പ്രേതകഥകൾ ഉൾപ്പെടുത്താൻ പറ്റും. ഇത് ആത്മാവിനെ പറ്റിയുള്ളതാകാം, നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഹൊറർ കഥകളാകാം, ദുഷ്ടശക്തികളെ പറ്റിയുള്ളതാകാം, എന്തും ആകാം. പ്രേതകഥകൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഭയം ഭയം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഭയവും ഉദ്വേഗവും വായനക്കാരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രേതകഥകൾ വിജയിച്ചു. പ്രേതകഥകളിൽ തന്നെ നമുക്ക്, ഹൊറർ സ്റ്റോറികളിൽ തന്നെ നമുക്ക് വിവിധ ജോണറുകൾ ഉണ്ടാക്കാം. അതിലൊന്നാണ് പ്രേതകഥകൾ എന്ന് പറയുന്നത്. ഹൊററിൽ വരുന്ന ഒരു ഭാഗം, സബ് ജോണർ മാത്രമാണ് പ്രേതകഥകൾ. അതായത് ഒരു നായകൻ അല്ലെങ്കിൽ നായിക അവരുടെ കുടുംബത്തെ വേട്ടയാടുന്ന ഒരു ആത്മാവ്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഒരാളിൽ പ്രവേശിക്കുന്ന ഒരു ആത്മാവ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നായകൻ അല്ലെങ്കിൽ നായിക, അവരെ സഹായിക്കാൻ വരുന്ന നായികയാണെങ്കിൽ അവളെ സഹായിക്കാൻ വരുന്ന ഒരു നായകൻ. ഒടുവിൽ ഇവർ രണ്ടുപേരും ചേർത്ത് ആ ആത്മാവിന്റെ രഹസ്യം എന്താണെന്ന് കണ്ടെത്തും. ഒടുവിൽ ആ ആത്മാവിന് ശാന്തി നേടി തങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഇവർക്ക് കഴിയുന്നു. ഇതാണ് ഇത്തരം കഥകളുടെ ഒരു പ്രധാന തീമായിട്ട് വരിക.
ഇത് നിങ്ങളുടെ സർഗാത്മകതയും ആവശ്യവും അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറ്റി എഴുതാം. ഇത്തരം കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാൾ മുതൽ കൂട്ടുകാർക്കിടയിൽ നിന്നും കസിൻസിൻ്റെ ഇടയിൽ നിന്നും അമ്മൂമ്മമാർക്കിടയിൽ നിന്നും ഒക്കെ കേട്ട് വളർന്ന കഥയാണ്. ഇതിനകത്ത് കുറച്ച് വൈകാരിക തലങ്ങൾ ഉൾപ്പെടുത്തി പേടിപ്പിക്കുന്ന തരത്തിൽ എഴുതിയാൽ ആൾക്കാർക്ക് ഇത് വളരെ പെട്ടെന്ന് ഇഷ്ടമാവും. ഇതിനൊരു ഉദാഹരണം ചുവടെ കൊടുത്തിരിക്കുന്നു, ദയവായി വായിച്ചു നോക്കൂ. എല്ലാവരും വായിച്ചു എന്ന് കരുതുന്നു. അടുത്തതായി വരുന്നത് സൈക്കോളജിക്കൽ ത്രില്ലറുകളാണ്. ഇപ്പോ നമ്മുടെ മനസ്സിനെ തന്നെ ഒരു നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ ഭയമായി മാറുന്ന ഒരു ഇതാണ് സൈക്കോളജിക്കൽ ത്രില്ലറുകൾ. അതായത് ഒരു വീട് അല്ലെങ്കിൽ ഒരു ഗുഹ പോലുള്ളിടത്ത് ഒരാള് ഒറ്റയ്ക്ക് കുടുങ്ങിപ്പോകുന്നു. അയാളുടെ മനസ്സ് തന്നെ ഈ മതിഭ്രമം പോലൊക്കെ തോന്നിക്കുകയാണ്. ആ ഭയം, ഒറ്റപ്പെടൽ ഇതിനെ ഒറ്റയ്ക്ക് തന്നെ തരണം ചെയ്യണം. അല്ലെങ്കിൽ മാനസികമായ മാറ്റങ്ങൾ മൂലം കൊലപാതകം ചെയ്യുന്ന ആൾക്കാരുടെ കഥകൾ, ഇങ്ങനെ നിരവധി തരം സൈക്കോളജിക്കൽ ഹൊറേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത്തരം കഥകളുടെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇത് വിജയിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഇത് ആ വായനക്കാരുടെ മനസ്സിന് ഒരു മാനസിക ഉത്തേജനം തരുന്ന തരത്തിലുള്ള കഥകളാണ്. ഇവ നിങ്ങൾക്ക് വളരെയധികം വായനക്കാരെ കൂട്ടാൻ സഹായിക്കുന്ന തരത്തിലുള്ള കഥകളാണ്. എന്നാൽ ഇവ എഴുതുന്നത് കുറച്ച് റിസ്ക്കും കൂടിയുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ആകാംക്ഷ വായനക്കാരിൽ നിലനിർത്താമോ, വായനക്കാരെ നിങ്ങൾ എത്രത്തോളം പിടിച്ചിരുത്തുന്നു എന്നതിലാണ് ഈ കഥയുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. ഇതിനും ഉദാഹരണം ചുവടെ കൊടുത്തിരിക്കുന്നു. അടുത്തതായി നമ്മൾ കേട്ട് വളർന്ന നാടോടി കഥകൾ. ഇപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് വരുത്തുപോക്കുകളുടെ കഥകൾ. അതായത് ചില സ്ഥലങ്ങളിൽ ഉച്ച സമയത്തും രാത്രിയിലും ഒക്കെ വരുത്തുപോക്ക് ഉണ്ടാവും. ആ സമയത്ത് അവിടെ പോകാൻ പാടില്ല, ഉച്ചയ്ക്ക് തോട്ടിൽ പോയി കുളിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട്. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രേതബാധ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രേതത്തിന്റെ ആക്രമണം ഉണ്ടാവും എന്നൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ആ വരുത്തുപോക്കുള്ള എന്തിന്റെയാണോ വരുത്തുപോക്കുള്ളത് അതിന്റെ ആക്രമണം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതേപോലെയാണ് ചില കാവുകളിലെ യക്ഷികൾ, അല്ലെങ്കിൽ മരത്തിൽ തളച്ചിരിക്കുന്ന യക്ഷികൾ, ഭൂതം, നാഗത്താൻ, ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരുപാട് കെട്ടുകഥകളും നാടോടി കഥകളും നമ്മളൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കഥകളൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്നത് മുമ്പ് കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിശ്വാസങ്ങളിലാണ്. ഈ കഥകൾ നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ നോക്കുക. അത് വായിക്കാൻ ആരാധകർ ഒരുപാടായിരിക്കും. കാരണം നമ്മൾ കേട്ട് വളർന്ന അത്ഭുത കഥകളാണിവ. എന്നാൽ നമുക്ക് ഈ സാഹചര്യങ്ങൾ ഒട്ടും പരിചയമില്ല. അപ്പം ഈ അത്ഭുത കഥകൾ നമുക്കറിയാവുന്ന സാഹചര്യങ്ങളിൽ വന്നാൽ വളരെ രസകരമായിരിക്കില്ലേ? അത് വീണ്ടും വീണ്ടും കേൾക്കാനും ഒക്കെ നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും. നമ്മുടെ സാധാരണ നീലിയുടെ പോലത്തെ ഒരു കഥയാണ് ഞാൻ ഇതിന് ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും നിങ്ങൾക്ക് ഇപ്പോൾ വായിച്ചു നോക്കാവുന്നതാണ്. എല്ലാരും വായിച്ചു എന്ന് കരുതുന്നു. ആഹ് പ്രേതകഥകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്തതായി നമുക്ക് സംസാരിക്കാം. പ്രേതകഥകളിലെ ഒരു പ്രധാന കാര്യമാണ് അതിന്റെ അന്തരീക്ഷം. വളരെ നിശബ്ദമായ, ഈ ഇലകൾ അനങ്ങിയാൽ പോലും കേൾക്കാവുന്ന, ആരിലും ഭയം കൊണ്ടുവരുന്ന തരത്തിലുള്ള അന്തരീക്ഷം ഒരുക്കണം.
അത് നിങ്ങളുടെ വാക്കുകളിലൂടെ ആ അന്തരീക്ഷം നിങ്ങൾക്ക് ഒരുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൊറർ സ്റ്റോറി പകുതി വിജയിച്ചു എന്ന് പറയാം. കാരണം ആ അന്തരീക്ഷം ഒരുക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ അത് ഒരുക്കിയെടുക്കാൻ പറ്റും. ആ അന്തരീക്ഷം ആ അന്തരീക്ഷത്തിലായിരിക്കണം നമ്മുടെ വായനക്കാരന്റെ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യേണ്ടത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്താലുള്ള ഒരു ഗുണം, അത് ഭയം ഉണ്ടാക്കാൻ സഹായിക്കും. ഹൊറർ സ്റ്റോറികളിൽ ഭയമില്ലെങ്കിൽ ആ ഹൊറർ സ്റ്റോറിക്ക് ജീവൻ ഉണ്ടാവില്ല. ആ ഭയം വളർത്തിയെടുക്കാൻ അന്തരീക്ഷം ഉപയോഗിക്കുന്നതിനോടൊപ്പം വളരെ പതുക്കെ പതിക്കെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ വ്യക്തമാക്കണം. അതുമൂലം ഭയം കൊണ്ടുവരാൻ ശ്രമിക്കണം. അവർക്കേറെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ അപകടത്തിലാണെന്നുള്ള രീതിയിൽ എത്തിക്കണം. അത് വായനക്കാരിൽ ഭയം ഉണ്ടാക്കും. പിന്നെ എല്ലാ കഥകൾ കേൾക്കുമ്പോഴും, ഏത് പ്രേതകഥകൾ കേട്ടാലും, ഏത് മന്ത്രവാദ കഥകൾ കേട്ടാലും, ഏത് ഭൂതത്തിന്റെ കഥകൾ കേട്ടാലും, ഈ പ്രേതത്തിനും ഭൂതത്തിനും ഒക്കെ എന്തെങ്കിലും ഇപ്പോ ആണി തറച്ച കള്ളിയങ്കാട്ട് നീലിയെ തറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കോഞ്ചറിങ്ങിലെ പ്രേതമായ വാലക്കിനെ പേര് വിളിച്ചാൽ തളയ്ക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് വിശ്വാസങ്ങളും രീതികളും ഒക്കെ ഉണ്ടാവും. അത് നിങ്ങളുടെ കഥയിലും ഉണ്ടായിരിക്കണം. നിയമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രേതകഥയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരിക്കലും പ്രേതകഥകളിലെ നായകൻ അല്ലെങ്കിൽ നായിക എപ്പോഴും ഹീറോയ്ക്കായിട്ട് നിൽക്കുന്ന ആളൊന്നും ആവേണ്ട ആവശ്യമില്ല. അവർക്ക് സഹായ അവസ്ഥകൾ ഉണ്ടാവണം. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാവണം. അപ്പോൾ അവരതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്ന് വായനക്കാർക്ക് അറിയാനുള്ള ഉത്സാഹം ഉണ്ടാകും. അതേസമയം തന്നെ അവരുടെ അവസ്ഥയോട് വായനക്കാർക്കൊരു അനുകമ്പയും തോന്നും. ഇതും നിങ്ങളുടെ രചനയിലേക്ക് വായനക്കാരെ പിടിച്ചു നിർത്താൻ നിങ്ങളെ സഹായിക്കും. പിന്നെ കുറച്ച് ഭാഗം കഴിയുമ്പോൾ നിങ്ങളുടെ കഥ ഒരു സെയിം ഫ്ലോയിൽ കുറെ നാളുകളായി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിങ്ങനെ എല്ലാ ദിവസവും പതിയെ പതിയെ പതിയെയാണ് പോണതെന്ന്. അപ്പോൾ ആൾക്കാർക്ക് ബോറടിക്കുന്നു എന്ന് തോന്നിയാൽ പെട്ടെന്ന് കഥയിലൊരു ട്വിസ്റ്റ് കൊണ്ടുവരിക. ആ ട്വിസ്റ്റ് കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ഒന്നോ രണ്ടോ പാർട്ടുകൾ ഉപയോഗിക്കുക. അതും നിങ്ങളുടെ കഥകളിലെ ആളുകളുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കും. പിന്നെ ഇതിൽ വൈകാരികമായ നിമിഷങ്ങൾ, അതായത് ഭയങ്കര കുറ്റബോധം, വിഷമം, ഭയം, നിർവികാരത, ഇതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതും വളരെ പ്രധാനമാണ്. നിങ്ങളൊരു ഹൊറർ സ്റ്റോറി എഴുതുകയാണെന്ന് വെച്ചോ. ആ ഹൊറർ സ്റ്റോറി വായിച്ച് കഴിയുമ്പോൾ ആ കഥ നിങ്ങളുടെ വായനക്കാരൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കണം. അതായത് നമ്മളൊരു പ്രേത സിനിമ കണ്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിയാല് രാത്രി മൊത്തം നമ്മൾ വിചാരിക്കില്ലേ, അയ്യോ പ്രേതം വരുമോ, അയ്യോ അതിവിടെ ഉണ്ടാവോ, ഇവിടെ ഉണ്ടോ, എൻ്റെ കട്ടിലിൻ്റെ അടിയിലുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കില്ലേ. അതുപോലെ നിങ്ങളുടെ കഥ വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വായനക്കാരൻ തോന്നണം. അത്തരത്തിലുള്ളൊരു സ്വാധീനം ചെലുത്താൻ നിങ്ങളുടെ കഥകൾക്ക് വായനക്കാരനിൽ കഴിയണം. അപ്പൊ നിങ്ങളുടെ പ്രേതകഥകൾ വായിക്കാൻ വീണ്ടും 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 ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അടുത്തതായി നമുക്ക് വളരെയധികം വായനക്കാരെ കിട്ടുന്ന, വായനക്കാർക്ക് വായിക്കാൻ ഇഷ്ടമുള്ള തരം ജോണറുകളാണ് സസ്പെൻസ്. സസ്പെൻസ് ജോണറിലുള്ള നിരവധി കഥകൾ നമ്മൾ എപ്പോഴും സിനിമയിൽ കാണാറുണ്ട്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ മിറാജ് പോലുള്ള കഥകൾ, ദൃശ്യമൊക്കെ ഇതിൻ്റെ ഒരു ഹിറ്റ് വേർഷനാണ്. അതുപോലെ എല്ലാവരെയും ത്രില്ലടിപ്പിച്ചൊരു കഥയായിരുന്നു നമ്മുടെ ബിജു മേനോന്റെ ആർക്കറിയാം എന്ന സിനിമ. അപ്പോൾ ഇത്തരം കഥകളും വായനക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എത്രത്തോളം അതിനെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് എഴുതുന്നോ അത്രയും കൂടുതൽ വായനക്കാരെ നിങ്ങൾക്ക് ഇതിലേക്ക് ലഭിച്ചേക്കും. ഈ ഇത്തരം കഥകളുടെ ജീവൻ അല്ലെങ്കിൽ ഒരു ആത്മാവ് എന്ന് പറയുന്നത് ഈ കഥകൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ, ടെൻഷൻ, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ തന്നെ
ഈ കഥാപാത്രം നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും അറിയാത്ത രീതിയിൽ നിങ്ങൾ എഴുതുന്ന രീതികളാണ്. ഉം. ഇതിന്റെ ആദ്യം തുടങ്ങുമ്പം തന്നെ, ഇത്തരം സസ്പെൻസ് കഥകൾ ആദ്യം തുടങ്ങുമ്പം തന്നെ ഒരു വലിയ പ്രശ്നം വായനക്കാർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കണം. ആ പ്രശ്നത്തിന്റെ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന്റെ ചുരുളഴിക്കുന്നതായിരിക്കണം തുടർന്ന് വരുന്ന കഥകൾ. ഇതിന്റെ ഓരോ ഭാഗത്തും വായനക്കാരനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇപ്പൊ ആ, അതിനകത്ത് ഒന്നാണ്, ഇതിൽ തന്നെ വരുന്ന സബ് ജോണറുകളെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അതിലൊന്നാണ് കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു കൊലപാതകം. ഇപ്പൊ ദൃശ്യത്തിൽ നടന്നതുപോലെ. അതിനുശേഷം അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന പോലീസ് അന്വേഷണം. ഇത് ഈ കുടുംബത്തിനെ നമ്മൾ വില്ലനാക്കണോ അല്ല നായകനാക്കണോ എന്നുള്ളതൊക്കെ ഓരോ രചയിതാവിൻ്റെയും ഇഷ്ടത്തിനനുസരിച്ചാണ്. പക്ഷെ അത് എഴുതുമ്പോൾ ആരെയാണോ നിങ്ങൾ ഫേവർ ചെയ്യുന്നത് അവരെ ബുദ്ധിമാനായി കാണിക്കാൻ ശ്രമിക്കുക. അവർക്ക് ഇത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈ കഥയുടെ ചുരുൾ അഴിക്കാൻ പറ്റും എന്നുള്ള ബോധം ഇടയ്ക്കിടയ്ക്ക് വായനക്കാരനെ ഉണർത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അതേ സമയം തന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിസ്സഹായ അവസ്ഥ ഇടയ്ക്കെങ്കിലും കൊണ്ടുവരികയും ചെയ്യണം. ഇതിനകത്ത് കുറച്ച് നാടകീയമായ സന്ദർഭങ്ങളും ട്വിസ്റ്റുകളും ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതിനുള്ള ഉദാഹരണം ചുവടെ കൊടുത്തിരിക്കുന്നു, ദയവായി വായിച്ചു. അടുത്തതാണ് നമ്മുടെ ഈ അപ്കോണ്ടിങ് അല്ലെങ്കിൽ കാണാതെ പോയ മനുഷ്യരെ പറ്റിയുള്ള കഥകൾ. അതായത് ഒരു മനുഷ്യനെ കാണാതാകുന്നു, ഒരാളുടെ ഒരു അടുത്ത സുഹൃത്തിനെ അല്ലെങ്കിൽ അവരുടെ ഒരു പങ്കാളിയെ കാണാതാവും. അവരെ അന്വേഷിച്ച് നമ്മുടെ പ്രധാന കഥാപാത്രം യാത്ര പോകുന്നു. ഈ യാത്ര അവസാനിക്കുന്നത് ഈ പങ്കാളിയെ കണ്ടെത്തുന്നിടത്തോടൊപ്പം ഈ പങ്കാളിക്ക് പിന്നിലോ അല്ലെങ്കിൽ ഇതിന് മൊത്തത്തിന് പിന്നിലോ ഒളിച്ചിരിക്കുന്ന കുറെ രഹസ്യങ്ങളുമായിട്ടായിരിക്കും. അതുമൂലം ഉണ്ടാവുന്ന കുറെ അപകടങ്ങൾ, ഇതൊക്കെയാണ് ഇത്തരം കഥകളിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പം ഈ കഥ എഴുതുമ്പോൾ ഈ അന്വേഷിച്ചു പോകുന്ന കഥാപാത്രമായിട്ടോ കാണാതായ കഥാപാത്രമായിട്ടോ ആദ്യത്തെ 5 ഭാഗങ്ങളിൽ വായനക്കാർക്ക് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷ വായനക്കാരിൽ ഉണ്ടാവുള്ളൂ. ഏതോ ഒരു വ്യക്തിയെ കാണാതായാൽ അയാൾക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ വായനക്കാർക്ക് വലിയ ഉത്സാഹമൊന്നും കാണില്ല. അപ്പോ ആ കഥാപാത്രത്തോട് ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഈ കഥകളിലെ ഏറ്റവും ഒരു മെയിൻ പോയിന്റ്, ആദ്യത്തെ 5 ഭാഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അതിനുശേഷം ഇതിന് പിന്നിൽ നടക്കുന്ന കഥകൾ, മേ ബി ഈ ഒരു അന്വേഷണം ഒരു മനുഷ്യക്കടത്ത് സംഘത്തെ തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിന്റെ സാക്ഷി ആയതുകൊണ്ടാവാം ഈ കാണാതായ ആൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ കാര്യത്തിലേക്ക്, ഒരു വലിയ സംഭവത്തിലേക്ക് ഈ കാണാതാകലിനെ, ഈ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ സംഭവത്തിനെ നമ്മളൊരു മുഴുവൻ കമ്മ്യൂണിറ്റിയെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാക്കി മാറ്റാൻ ശ്രമിക്കണം. ഇതിനുള്ള ഉദാഹരണമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും വായിക്കാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി കോർപ്പറേറ്റ് സസ്പെൻസുകൾ. നമുക്ക് കോർപ്പറേറ്റ് ജീവിതം വളരെയധികം കോമൺ ആയ ഒരു കാര്യമാണ്. അപ്പം ഈ കോർപ്പറേറ്റുകളിൽ നമ്മളൊക്കെ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ഒരു അപ്പർ ലെവലിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അതിനെ ഭാവനയിലെങ്കിലും കാണാൻ ആൾക്കാർക്കൊരു താല്പര്യം ഉണ്ടാവും. ആ താല്പര്യത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സബ് ജോണറാണ് ഇവ. അതായത് ഒരു കമ്പനിയിൽ ഒരു സിഇഒ ആയിട്ട് ഒരാൾ ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതാണ് നമ്മുടെ നായകൻ. അയാളെ അട്ടിമറിക്കാൻ നടത്തുന്ന ഗൂഢാലോചന, അല്ലെങ്കിൽ ആ കമ്പനിയെ തന്നെ നശിപ്പിക്കാൻ നടക്കുന്ന ഗൂഢാലോചന, നമ്മുടെ നായകൻ അല്ലെങ്കിൽ നായിക ഇതിനെ എങ്ങനെ തരണം ചെയ്യുന്നു.
ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്ന കഥകൾ. ഇത് ആളുകളിൽ വളരെയധികം ഉദ്വേഗവും ആകാംക്ഷയും ഉണ്ടാക്കുന്ന കഥാസന്ദർഭങ്ങളാണ്. പക്ഷെ ഇതിനെ എത്രത്തോളം വ്യക്തമായും എത്രത്തോളം നാടകീയമായും കുറച്ച് ഹീറോയിസും ഒക്കെ ചേർത്ത് എഴുതിയാലാകും ആൾക്കാർക്ക് ഇത് വായിക്കാൻ നല്ലത്. ഇതിനകത്ത് ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എഴുതാൻ നിങ്ങൾ കുറേയധികം റിസർച്ച് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറേയധികം കോർപ്പറേറ്റ് ടീമുകളും കാര്യങ്ങളും ഒക്കെ ലഭിക്കും. ഇതൊന്നും കഥയിൽ ഉൾപ്പെടുത്തരുത്. കാരണം ഇതൊന്നും നിങ്ങളുടെ വായനക്കാരന് അറിയണമെന്നില്ല. ഇതൊന്നും നിങ്ങളുടെ വായനക്കാരൻ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പം വളരെ സിമ്പിൾ ലാംഗ്വേജിൽ വായനക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ എഴുതാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനൊരു ഉദാഹരണം കൂടി ചുവടത്തേക്ക് ചേർക്കുന്നു. ഉദാഹരണം എല്ലാവരും വായിച്ചു എന്ന് കരുതുന്നു. അടുത്തതായി സസ്പെൻസ് കഥകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ആരെങ്കിലും ന്യൂസ് സ്റ്റോറി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പത്രത്തിന്റെ ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ അതിന്റെ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ, എന്തിന്. ഈ അഞ്ച് കാര്യങ്ങൾ ഒരു പത്രത്തിന്റെ സ്റ്റോറിയിൽ, അത് പ്രത്യേകിച്ച് ഈ കേസ്, കൊലപാതകം, ക്രിമിനൽ കഥ സ്റ്റോറികളൊക്കെ ആകുമ്പോൾ, ക്രൈം സ്റ്റോറികളൊക്കെ ആകുമ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായും ഉൾപ്പെടുത്തണം. അതായത് ആര്, എന്ത്, എങ്ങനെ, എന്തിന്, എപ്പോൾ, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. അപ്പോൾ നിങ്ങളൊരു ത്രില്ലർ കഥയിലും ഈ പോയിന്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് ഈ കുറച്ച് ചോദ്യങ്ങളെ ഈ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ആദ്യം ഉത്തരം കൊടുക്കരുത്. ഈ ചോദ്യങ്ങളെ മുൻനിർത്തിയായിരിക്കണം നിങ്ങളുടെ രചന മുന്നോട്ട് പോകേണ്ടത്, നിങ്ങളുടെ കഥ മുന്നോട്ട് പോകേണ്ടത്. ഈ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ കഥകളിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ എഴുതുന്നതിനോടൊപ്പം നിങ്ങളുടെ പ്രധാന കഥാപാത്രങ്ങൾ ഈ ചോദ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വായനക്കാരും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. പിന്നെ ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളിൽ എന്തെങ്കിലും ഒരു രഹസ്യം അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വലിയ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചില രഹസ്യങ്ങൾ ഉണ്ടാകണം. അത് നല്ല രഹസ്യമാകാം, ചീത്ത രഹസ്യമാകാം. അത് നിങ്ങളെ സംബന്ധിച്ചാണ് ഉള്ളത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇതിനകത്ത് യഥാർത്ഥ കുറ്റവാളിക്ക് നമ്മൾ ഒരിക്കലും ക്ലൂകൾ കൊടുക്കരുത്, സൂചനകൾ കൊടുക്കരുത്. ബാക്കി എല്ലാ ആളുകൾക്കും സൂചനകൾ കൊടുക്കണം. എന്നിട്ട് നമ്മുടെ വായനക്കാർ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഇങ്ങനെ ആലോചിക്കണം, ആരാ ഇത്, ആരാ ഈ കുറ്റം ചെയ്തെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആലോചിച്ച് 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 അവരെ പലരെയും ആലോചിക്കണം ഇവരായിരിക്കണം എന്ന്. പക്ഷെ ഒടുവിൽ ഇവരാരും പ്രതീക്ഷിക്കാത്ത, എന്നാൽ ഈ കൊലപാതകവുമായി എല്ലാ ചാപ്റ്ററുകളിലും അല്ലെങ്കിൽ മിക്ക ചാപ്റ്ററുകളിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളെ കുറ്റവാളിയായി കൊണ്ടുവന്നാൽ അത് വളരെ നല്ലൊരു ക്ലൈമാക്സ്, ഒരു ഡ്രമാറ്റിക് ക്ലൈമാക്സ് ഇത്തരം കഥകൾക്ക് ഒരുക്കാൻ നിങ്ങളെ സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് ഓരോ വായനക്കാരനും ഭയങ്കര ഇഷ്ടപ്പെട്ട ചില കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം കഥാപാത്രങ്ങളിൽ കുറച്ചൊരു മോശമായ രീതിയിലുള്ള ചില സത്യങ്ങൾ, അപ്രിയമായ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. പിന്നെ ഇത്തരം കഥകളിൽ, ഫാന്റസി സ്റ്റോറീസിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തരം കഥകളിൽ അമാനുഷികരായ വില്ലന്മാരെ ഒന്നും ഒരിക്കലും കൊണ്ടുവരരുത്, നായകന്മാരെയും കൊണ്ടുവരരുത്. ഇവരെല്ലാം സാധാരണക്കാരായിരിക്കണം. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ആളുകളായിരിക്കണം. പക്ഷെ ഭയങ്കര ബുദ്ധിശക്തി ഉള്ളവരോ അവർക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സൈക്യം ഉള്ളവരോ ഒക്കെ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് നീണ്ടു പോകുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. അല്പനേരം കൂടി ക്ഷമയോടെ ഞങ്ങളോടൊപ്പം കാത്തിരിക്കണമല്ലോ. അടുത്തതാണ് ത്രില്ലർ കഥകൾ. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക്, സസ്പെൻസ് പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ത്രില്ലർ കഥകൾ. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ എക്കോ, കിഷ്കിന്ധാകാന്ഡം പോലെയുള്ള കഥകൾ.
ഇത് കുറ്റകൃത്യങ്ങളെ കുറിച്ചാകാം, ചതിയെ കുറിച്ചാകാം, രാഷ്ട്രീയ വൈരാഗ്യത്തെ കുറിച്ചാകാം, അങ്ങനെ എന്തും ഉൾപ്പെടുന്ന കഥകളാകാം ഇവ. ഇതിന്റെ ഓരോ ഭാഗങ്ങൾ അവസാനിക്കുമ്പോഴും അടുത്ത എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ വായനക്കാരിൽ നിലനിർത്തിക്കൊണ്ട് വേണം ഈ കഥകൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതൊരു പോലീസുകാരനെ ഒരു പോലീസുകാരന്റെ കഥയാവാം, അതായത് സീരിയൽ കില്ലറിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു പോലീസുകാരന്റെ അതാ, അല്ലെങ്കിൽ ഒരാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ ഒരു മരണം എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാത്തൊരു കഥയാകാം, അല്ലെങ്കിൽ ഒരു കള്ളക്കേസിൽ കുടുങ്ങുന്ന ഒരു നായകന്റെ കഥയാകാം. ഇങ്ങനെ എന്തുമാകാം ഈ കഥകൾ. പക്ഷേ ഇത് എങ്ങനെ എഴുതുന്നു എന്നതിലാണ് പ്രാധാന്യം. ഇതിൽ എങ്ങനെ വായനക്കാരിൽ നിങ്ങൾ ആകാംക്ഷ ഉണ്ടാക്കുന്നു എന്നതിലാണ് ഇത്തരം കഥകളിലെ പ്രാധാന്യം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സബ് ജോണറാണ് ക്രൈം ത്രില്ലർ കഥകൾ. അതായത് ഒരു കൊടും കുറ്റവാളിക്ക് പിന്നാലെ അന്വേഷണം ഉണ്ടാകുന്നതും വളരെ പതിയെ ഓരോ ദിവസവും ഓരോ ക്ലൂ നൽകി, ഓരോ ആ, സൂചനകൾ നൽകി, പരിശോധനകൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പതിയെ പതിയെ വേണം ഇത്തരം കുറ്റകൃത്യങ്ങളുടെ ചുരുളഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മുമ്പ് പറഞ്ഞ സസ്പെൻസ് പോലെ തന്നെ മനസ്സിനെ വളരെയധികം ഉത്തേജനം തരുന്ന, ആകാംക്ഷയും ഉദ്വേഗവും നൽകുന്ന തരം കഥകളാണിവ. ഇവ ആ രീതിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കണം. ഇത്തരം ഒരു കഥ എഴുതാനുള്ള ക്ലൂ ഞാൻ ചുവടെ കൊടുത്തിരിക്കുന്നു, ഉദാഹരണം ഞാൻ ചുവടെ കൊടുത്തിട്ടുണ്ട്, ദയവായി വായിച്ചു. ഇതിൽ തന്നെ മറ്റൊന്നാണ് സൈക്കോളജിക്കൽ ത്രില്ലർ കഥകൾ. അതായത് നടക്കുന്നത് സത്യമാണോ, മിഥ്യയാണോ, നടക്കുന്നത് ശരിയായ കാര്യമാണോ, ഇതെനിക്ക് തോന്നുന്നതാണോ, ഞാൻ ആലോചിച്ചെടുക്കുന്നതാണോ, ഇങ്ങനെ എല്ലാം നമ്മുടെ പ്രധാന കഥാപാത്രത്തിന് തോന്നുന്ന തരം കഥകൾ. ഒടുവിൽ ഇതിനെയെല്ലാം ഓവർകം ചെയ്ത് ഈ കഥാപാത്രങ്ങൾ മുന്നേറി വരികയും ചെയ്യുന്നു. ഇത്തരം കഥകളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത്തരം കഥകൾ എഴുതുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു കഥകളോടൊരു ഇഷ്ടം തോന്നുന്ന തരം കഥകൾ. ആൾക്കാർക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നണം, ഇതെന്താ സംഭവിക്കുന്നേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, ഇങ്ങനെ ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ തോന്നണം. എന്നിട്ട് വളരെ പതിയെ പതിയെ വേണം ഇത്തരം കൺഫ്യൂഷനുകളിൽ നിന്നും ഇതിന്റെ രഹസ്യങ്ങൾ എന്താണെന്നും ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഫ്ലോ ഇതിന്റെ ഒഴുക്ക് എത്ര നന്നായി പോകുന്നോ, ആൾക്കാരിൽ എത്ര വേഗം ഈ ഒരു കാര്യം കണ്ടുപിടിക്കാനുള്ള ഇഷ്ടം ഉണ്ടാവുന്നോ, അത്രയും പെട്ടെന്ന് നിങ്ങളുടെ കഥയും ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കും. ഇത്തരം കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളും സന്ദർഭങ്ങളും ഉള്ള കഥകളാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും നായകൻ ഒരു വലിയ കാര്യം ചെയ്യുന്നതും, അല്ലെങ്കിൽ വില്ലൻ ഒരു വലിയ സംഭവമായിട്ട് വരുന്നതും, ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ ഒരു സിറ്റുവേഷനിൽ കൊണ്ടിടുന്നു. ആൾക്കാർക്ക് ടെൻഷനായി പോകും. അതാണ് ഇത്തരം കഥകളിൽ വേണ്ടത്. ഇതിനുള്ള ഉദാഹരണം വായിച്ചു നോക്കൂ. അടുത്തതായി ആണ് സർവൈവൽ ത്രില്ലർ ചിത്രങ്ങൾ. അതായത് ഇപ്പം നമ്മുടെ ഹെലൻ പോലുള്ള സിനിമകൾ. അപ്പം അതായത് ഒരു വലിയ കാട് അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ കെട്ടിടം, ഫ്ലാറ്റ്, ഇതിലൊക്കെ കുടുങ്ങിപ്പോകുന്ന ഒരു പ്രധാന കഥാപാത്രം, അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന മറ്റൊരു കഥാപാത്രം. ഇത് ഒറ്റയാൾ കഥാപാത്രമായി മാത്രവും എഴുതാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ എഴുതുമ്പോൾ ഇയാളുടെ സ്ട്രഗിൾ, ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുടെ സ്ട്രഗിൾ, അയാൾ കടന്നു പോകുന്ന മനോവിചാരങ്ങൾ, അയാളിനുണ്ടാകുന്ന പേടി, അയാളുടെ തലച്ചോറിലുണ്ടാകുന്ന വിഷമങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം.
ഇയാൾക്കുണ്ടാകുന്ന അതേ ടെൻഷൻ വായനക്കാരിലും കൊണ്ടുപോകണം. ഒരു സന്ദർഭത്തിൽ ഇയാൾ മരിച്ചു പോവോ, ഇവിടെ ഒറ്റപ്പെട്ടു പോവോ, ഇങ്ങനൊരു സന്ദർഭത്തിൽ ഞാൻ എത്തിയാൽ എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ടെൻഷനുകൾ പോലും വായനക്കാരിൽ ഉണ്ടാക്കണം. ഇതിനുള്ള ഉദാഹരണവും ചുവടെ കൊടുത്തിരിക്കുന്നു. എല്ലാവരും വായിച്ചു എന്ന് കരുതുന്നു. അടുത്തതായാണ് കോൺസ്പിറസി ത്രില്ലറുകൾ, അതായത് ഗൂഢാലോചന ഉൾപ്പെടുന്ന കഥകൾ. ഇത് നമുക്ക് ഈ കൾട്ടുകൾ എന്ന് പറയില്ലേ, രഹസ്യ സമൂഹങ്ങൾ, രഹസ്യ സമൂഹങ്ങളിലാകാം, മനുഷ്യരിൽ നടത്തുന്ന പരീക്ഷണങ്ങളെ കുറിച്ചാകാം, അഴിമതി മറച്ചു വെക്കാൻ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ചാകാം. ഇങ്ങനെ എന്തിനെ ചുറ്റിപ്പറ്റിയും ഈ കഥകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇത്തരം കഥകളിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടാകും. ഇത് നമ്മൾ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, എന്നാൽ നടക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളാണ് ഇത്തരം കഥകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പം ഇതിനെന്താ സംഭവിക്കുക, ഇങ്ങനെ എങ്ങാനും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തായിരിക്കും അടുത്തത് നടക്കാൻ പോവുക എന്നിങ്ങനെയൊക്കെ അറിയാനുള്ള ഒരു ത്വര നമ്മുടെ വായനക്കാരിൽ ഉണ്ടാകും. അതാണ് ഈ കോൺസ്പിറസി ത്രില്ലറുകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെ, അയ്യോ ഇവര് മരിക്കുമോ, ഇത്രയും മനുഷ്യരുണ്ടല്ലോ, ഇവരൊക്കെ എന്താ സംഭവിക്കാൻ പോണേ, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു നീതിബോധം ഉണരും. അത് വായനക്കാരുടെ മനസ്സിലൊരു നീതിബോധം ഉണരും. അത് നിങ്ങളുടെ രചനകളിൽ വായനക്കാരെ പിടിച്ചു നിർത്താൻ സഹായിക്കും. ഇതിന്റെ ഉദാഹരണവും വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും വായിക്കാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ത്രില്ലർ കഥകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നോക്കാം. വളരെ ആകാംക്ഷ ഉണർത്തുന്ന ഒരു സംഭവം ത്രില്ലർ കഥകളിൽ തുടക്കത്തിൽ തന്നെ കൊടുക്കണം. അതൊരു കുറ്റകൃത്യമാകാം, ഒരു കൊലപാതകമാകാം, ഭീഷണിയാകാം, അങ്ങനെ എന്തെങ്കിലും ആൾക്കാരിൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന സംഭവം. ഇത് ആ സംഭവ കഥയുടെ തുടക്കം, ആ ഒരു ത്രില്ലറിന്റെ തുടക്കം ആ സംഭവമായിട്ടായിരിക്കണം. ഇതിനകത്ത് വില്ലൻ അതിബുദ്ധിമാനും അപകടകാരിയായിരിക്കണം. ഒരു സൈ എന്താ പറയുന്ന ഒരു സൈക്കോ ആയ ആളായിരിക്കാം. അയാൾ എന്താ അടുത്തത് ചെയ്യാൻ പോണത് എന്ന് നമുക്ക് വിചാരിക്കാൻ പോലും പറ്റരുത്. അങ്ങനത്തെ ഒരാളായിരിക്കണം ഇത്തരം കഥകളിൽ നമ്മൾ വില്ലന്മാരായിട്ട് കൊടുക്കേണ്ടത്. അയാൾക്ക് എന്താ പറ്റുന്നത്, അയാൾ എന്താ അടുത്തത് ചെയ്യുന്നതെന്ന് ആലോചിച്ച് ആലോചിച്ച് നമ്മുടെ വായനക്കാരൻ തലപോയിക്കണം. പിന്നെ ഇതിനകത്ത് ചില സന്ദർഭങ്ങൾക്ക് ഒരു കൃത്യമായ സമയപരിധി നൽകാൻ ശ്രമിക്കണം. അതായത് ഇതിനുള്ളിൽ നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു അപകടം സംഭവിക്കും, നമ്മുടെ നായകൻ മരിച്ചു പോകും, അങ്ങനെയുള്ള ചില ചില സന്ദർഭങ്ങൾ കൊടുക്കണം. പിന്നെ ഇത്തരം കഥകൾ ഒരിക്കലും വലിച്ചു നീട്ടി എഴുതേണ്ട കഥകളല്ല. ഈ വലിച്ചു നീട്ടി എഴുതി എപ്പോഴും ഇങ്ങനെ ത്രില്ലടിച്ച് അവർക്ക് ബോറടിച്ചാൽ അപ്പൊ കുറച്ചൊന്ന് കാച്ചി കുറുക്കി എഴുതാൻ ശ്രമിക്കുക. പിന്നെ ട്വിസ്റ്റുകൾ കൊണ്ടുവരിക. ലൈക്ക് കഥയിലെ ഒരു ബോറടി മാറ്റാനും ഒക്കെ ട്വിസ്റ്റുകൾ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഇത് വായനക്കാരെ വീണ്ടും വീണ്ടും ആ കഥയിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. പിന്നെ വളരെ നല്ലൊരു നാടകീയമായ ക്ലൈമാക്സ് വേണം ഇതിനൊക്കെ എടുക്കാൻ. ആളുകൾക്ക് ഇത്തരം ക്ലൈമാക്സുകൾ വളരെയധികം സംതൃപ്തി നൽകുന്നവയായിരിക്കണം. അതും ഒരു കഥയുടെ വിജയത്തിന് വളരെ പ്രാധാന്യമാണ്. ഇനി നിങ്ങൾക്ക് ലൈക്ക് ഇനി രണ്ട് ആൾക്കാർക്ക്, രചയിതാക്കൾക്ക് അറിയാനുള്ള ആഗ്രഹമുള്ള രണ്ട് ജോണറുകളെ പറ്റി കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ്. അല്പം ലെങ്ത് കൂടി എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ദയവായി കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു ജോണറാണ് ലീഗൽ ത്രില്ലറുകൾ, അതായത് ഒരു കേസ്, ഒരു കോടതി മുറിയിൽ നടക്കുന്ന ത്രില്ലറുകൾ എന്ന് നമുക്കിതിനെ പറയാം. അതിന് ആദ്യം വേണ്ടത് വളരെ നിർണായകമായ ഒരു കേസാണ്. അത് കൊലപാതകമാകാം, അഴിമതിയാകാം, അല്ലെങ്കിൽ വഞ്ചനയാകാം, അങ്ങനെ എന്തുമാകാം. ഇതിൽ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന ഒരു കോടതി സീനിലോ ഒരു കൊലപാതക സീനിലോ കഥകൾ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കോടതി മുറിയിലെ നിയമങ്ങൾ അനുസരിച്ചുള്ള ഉഗ്രമായ വാദപ്രതിവാദങ്ങൾ ഒരുക്കണം. കൂടാതെ ആ വാദപ്രതിവാദങ്ങളിൽ വരുന്ന കള്ളങ്ങളും കുറ്റത്തിനുള്ള പ്രേരണയും പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള വിവിധ പരിശോധനകളും തെളിവുകളും ഒക്കെ പുറത്തു കൊണ്ടുവരിക. അതുപോലെ മറ്റൊരു കാര്യം, ഈ
കേസുകളിൽ വഴിത്തിരിവുണ്ടാക്കുന്ന അപ്രതീക്ഷിതമായ തെളിവുകൾ, സാക്ഷികൾ. അതായത് വായനക്കാര് വിചാരിക്കണം ഈ കേസ് തീർന്നു, ഇനി ഈ കേസ് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല, ഏഹ് ഇനി ഇവരെങ്ങനെയൊക്കെ കടന്ന് ശ്രമിച്ചാലും പറ്റില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് പെട്ടെന്നൊരു തെളിവ് പുറത്തു കൊണ്ടുവരിക. പിന്നെ കഥാപാത്രങ്ങളെ ഒരിക്കലും ഇയാളൊരു നല്ലവനാണ്, ഇയാളൊരു ചീത്തയാളാണ് എന്ന് ഒരിക്കലും മുദ്ര കുത്താത്ത കഥാപാത്രങ്ങളായിരിക്കണം. അവരെ എപ്പോഴും ഒരു ഗ്രേ ഷെയ്ഡിൽ നിർത്തുക. ഇവരിൽ ആരെങ്കിലും ആയിരിക്കണം കുറ്റവാളികൾ. പിന്നെ അവസാനത്തോട് അടുക്കുമ്പോൾ ഈ കൊലപാതകത്തിൽ മൊത്തത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഏഹ്, പ്രേക്ഷകർക്ക് പൂർണ്ണമായും, വായനക്കാർക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയോ പറയുകയോ അല്ലെങ്കിൽ ഒരു കുറ്റസമ്മതം പറയുകയോ ചെയ്യണം. പിന്നെ ലീഗൽ ത്രില്ലേഴ്സിൽ നീതിയുക്തമായ ഒരു ക്ലൈമാക്സ് ഉണ്ടാവേണ്ടത് വളരെ പ്രധാനമാണ്. അത് വളരെ ശക്തിയും നീതിയുക്തമായ ഒരു വിധി നിർണയത്തിലായിരിക്കണം ആ കഥ തീരേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ആ കഥാപാത്രങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവസാനത്തെ ഒരു ചാപ്റ്ററിൽ വേണമെങ്കിൽ പറയാം. ഇനി ഉള്ള മറ്റൊന്നാണ് ചരിത്ര പശ്ചാത്തലത്തിലുള്ള മിസ്റ്ററി ത്രില്ലറുകൾ. ഇത്തരം കഥകളിൽ ഒരു ചരിത്ര സംഭവം അല്ലെങ്കിൽ ഐതിഹ്യം, കാണാതായ ഒരു പുരാവസ്തു, ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം മുഖ്യ ഒരു കഥാതന്തുവായിട്ട് വെക്കുക. ഇതിനകത്ത് ഏഹ്, നടന്നിട്ടുള്ള എപ്പോഴെങ്കിലും നമുക്ക് കേട്ട് പരിചയമുള്ള എന്തെങ്കിലും കഥാസന്ദർഭങ്ങൾ, ചരിത്ര സംഭവങ്ങൾ ഉൾപ്പെടുത്തുക. കൂടാതെ ഇത്തരം കഥകളുടെ ചുരുളഴിക്കുന്നതിന് പഴയ ഭൂരേഖകൾ, കോഡ് ചെയ്ത മെസ്സേജുകൾ, പുരാവസ്തുവിന്റെ അവശിഷ്ടങ്ങൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവയൊക്കെ ഉപയോഗിച്ച് വേണം ഇത്തരം കഥകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇത്തരം കഥകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് രണ്ട് കാലഘട്ടങ്ങളിൽ പാരലായി വേണം ഈ കഥകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒന്ന് ചരിത്രകാലവും പിന്നെ നമ്മുടെ ഈ കേസ് മുന്നോട്ട് പോകുന്ന, ഈ ത്രില്ലർ മുന്നോട്ട് പോകുന്ന വർത്തമാനകാലവും. ഇതിന്റെ പ്രധാന കഥാപാത്രം എന്നുള്ളത് ഈ ചരിത്ര സംഭവങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള, ഇതിനെപ്പറ്റി ഒരുപാട് താല്പര്യമുള്ള ഒരാളായിരിക്കണം. ഇയാൾ ഒരു പുരാവസ്തു ഗവേഷകനാകാം, ചരിത്രകാരനാകാം, പത്രപ്രവർത്തന പത്രപ്രവർത്തകനാകാം, അങ്ങനെ എന്തുമാകാം. പിന്നെ പഴയ കാലത്ത് എഴുതുമ്പോൾ എല്ലാ കാര്യങ്ങളും, ബസ്സുകൾ, ഫോണുകൾ, അങ്ങനെ എന്തോ ആവട്ടെ, ഫോണുകളില്ല, അതെന്റെ ഭാഗത്തു നിന്നൊരു ചെറിയ മിസ്റ്റേക്കാണ്. ഇപ്പോൾ ആ സമയത്തെ റോഡുകൾ, അവർ ജീവിക്കുന്ന കാലഘട്ടം എല്ലാം ആ ചരിത്ര കാലത്തെ സൂചിപ്പിക്കുന്നത് തന്നെ ആവണം. നമ്മുടെ ഇപ്പോഴത്തെ സൗകര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്തരുത്. പിന്നെ പ്രതിനായകൻ വളരെ ശക്തനായിട്ടുള്ള ഒരാളായിരിക്കണം. അതൊരു സീക്രട്ട് സൊസൈറ്റി ആകാം, കള്ളക്കടത്ത് സംഘമാകാം, ഈ രഹസ്യം ഒളിപ്പിച്ചു വെക്കുന്ന ആരുമാകാം, പക്ഷെ അവർ അതിശക്തരായിരിക്കണം. ഇതിന്റെ ക്ലൈമാക്സിൽ ഇവർക്ക് നേരിടുന്ന ദുരൂഹതയ്ക്ക് ഒരു ഉത്തരം കണ്ടെത്തുകയും വായനക്കാരുടെ മനസ്സിൽ ആ ദുരൂഹത എന്തുകൊണ്ട് അത് ദുരൂഹമായിരുന്നു, എന്തുകൊണ്ട് ഇവരെ വെക്കാൻ ശ്രമിച്ചു എന്നിവ മനസ്സിലാക്കുകയും ചെയ്യണം. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഗുണകരമായിരുന്നു എന്ന് കരുതുന്നു. ഇനി സംശയങ്ങൾ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ ദയവായി ഹാൻഡ് റൈസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. BLP ദയവായി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. കേൾക്കാവോ ഞാൻ പറയുന്നത്? കേൾക്കാം, പറഞ്ഞോളൂ. ആക്ച്വലി ഒരു രണ്ട് ഡൗട്ടാണുള്ളത്. അത് ഇന്നത്തെ ക്ലാസ്സിലും കൂടെ ചേർത്തിട്ടാണ്. ഓക്കെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നലെ പറഞ്ഞായിരുന്നു ഏകദേശം 100 ചാപ്റ്റർ ഒക്കെ ഉള്ള കഥകളാണ് റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ വരിക എന്നുള്ളത്. പക്ഷെ ഓരോ എഴുത്തുകാർക്കും ഓരോ ശൈലിയാകുമല്ലോ. ഇപ്പൊ വാക്കുകൾ കുറച്ച് എഴുതി 2-3 മിനിറ്റ് ഉള്ള ചാപ്റ്റേഴ്സ് എഴുതുന്ന 2-3 മിനിറ്റ് ചാപ്റ്റേഴ്സ് എഴുതുന്നവർക്ക് 100-150 ചാപ്റ്റേഴ്സ് ഒക്കെ എഴുതുന്ന എളുപ്പമായിരിക്കും. പക്ഷെ ലെങ്തി ആയിട്ട് കണ്ടൻസ് എഴുതുന്ന ആൾക്കാർ ഉണ്ടാകത്തില്ലേ? സോ അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഈ 100 ചാപ്റ്റർ ഒക്കെ എഴുതാൻ ഒക്കുക? ഞാൻ ചോദിച്ചത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചോദിച്ചത് മനസ്സിലായി. പക്ഷേ കണക്കുകൾ അനുസരിച്ച്, ട്രെൻഡുകൾ അനുസരിച്ച് പ്രതിലിപിയിൽ അത്തരത്തിലുള്ള കഥകളാണ് കൂടുതൽ വർക്കാവുക. അതുകൊണ്ടാണ് അത് റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ ഇടം പിടിക്കാനും സാധ്യത കൂടുന്നത്. കാരണം അത്തരം കഥകൾക്ക് വായനക്കാർ വളരെ കൂടുതലാണ്.
അത് എത്രത്തോളം ലൈക്ക് പാർട്ടികളുടെ എണ്ണം കൂടുമ്പോൾ നീണ്ട സീരീസുകൾ എഴുതുമ്പോഴാണ് ആൾക്കാർക്ക് അത്തരം രചനകൾ വായിക്കാനുള്ള താല്പര്യവും ചില സമയത്ത് ഉണ്ടാവുക. മറ്റെന്ത് മറ്റെന്തെങ്കിലും ഒരു സംശയം കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ അതെ അതെ, അത് ഇന്നത്തെ, സോറി ഞാൻ തന്നെ മ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്നത്തെ ഈ ചാപ്റ്ററുമായിട്ട്, അല്ല ഇന്നത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം പ്രണയത്തെ പറ്റിയൊക്കെയുള്ള കഥകൾ എഴുതുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്നാണല്ലോ പറയുന്നത്. അതായത് വിരുദ്ധ സ്വഭാവമുള്ള നായികയും നായകനുമായിട്ടുള്ള ആൾക്കാരൊക്കെ അവരെ കുറിച്ചുള്ള കഥകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്ററാക്ഷന്റെ ഇടയിൽ ഈ മെറ്റാ റെഫറൻസുകൾ, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരാൾ മമ്മൂട്ടി ഫാൻ ആണെങ്കിൽ ഒരാൾ മോഹൻലാൽ ഫാൻ, ഒരാൾക്ക് എരിവുള്ള ഭക്ഷണമാണ് ഇഷ്ടമെങ്കിൽ ഒരാൾക്ക് ഉപ്പുള്ള ഭക്ഷണമാണ് ഇഷ്ടം. സി, ആ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഈ ലിപിയിലെ തന്നെയുള്ള കഥകൾ വെച്ചിട്ട് ഒരു കോൺവെർസേഷൻ നടക്കുന്നതായിട്ട് എന്റെ മനസ്സിലുണ്ട്. അതായത് ചില കഥകള് നായികക്ക് ഇഷ്ടമാണ്, പക്ഷെ ചില കഥകള് നായകന് ഇഷ്ടമല്ല. ആ രീതിയിലത്തെ സംസാരം വരുന്ന രീതിയിൽ ലിപി പേരെടുത്ത് തന്നെ ഞാൻ പറയുവാണ് കേട്ടോ. അങ്ങനെ ഓക്കെ. ലിപിയിലെ കഥകളോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഈ ഓഡിയോ ബുക്കുകളുടെ കാര്യങ്ങളൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ അതൊരു മെറ്റാ റെഫറൻസ് എന്നാ പറയുന്നത് അതിന്. അങ്ങനെ ഉള്ള ഇതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അതായത് ഇങ്ങനെ പേര് പറയാൻ പാടില്ല. ഇപ്പോ കാരണം വെച്ചാൽ ചില കഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്ക് ഏത് സ്ഥലത്തോട്ട് പോകണമെന്ന് നായകൻ ചോദിക്കുമ്പോൾ ഇത് സ്റ്റാർ 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 മോളിലേക്ക് നമുക്ക് പോകാമെന്നാ പറയുന്നത്. അതായത് മോളിന്റെ പേര് പറയുന്നില്ല. സോ അങ്ങനെ ഏതെങ്കിലും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ പേര് പറയുന്നത് കൊണ്ട് റെസ്ട്രിക്ഷൻസ് ഇല്ല. ആ കഥയെ ഉൾപ്പെടുത്താ ലൈക്ക് കഥാതന്തുവിനെ അല്ലെങ്കിൽ അതിനെ കോപ്പി അടിക്കുന്ന പോലെ ആവാതിരിക്കുക ഒരു കാര്യം. ഉം, രണ്ട്, ഉം, കുറ്റപ്പെടുത്താതിരിക്കുക, അധിക്ഷേപിക്കുന്ന രീതിയിൽ ഉം. ഒന്നും തന്നെ എഴുതാതിരിക്കുക. ഇല്ല ഇല്ല ഇല്ല, അതുണ്ടാകത്തില്ല. അത് മാത്രം താങ്ക് ശ്രദ്ധിച്ചാൽ മതിയാകും. യു, താങ്ക് യു, താങ്ക് യു. അടുത്തതായി അഹല്യ മനോജ് സംസാരിക്കണമെന്ന് സംശയം ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഹല്യ. കേക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പോ നമ്മുടെ സ്റ്റോറീസിൽ 16 പാർട്ട് തൊട്ടാണല്ലോ ലോക്ക് ആവുന്നത്. അതെ. അപ്പോൾ നേരത്തെ ഞാൻ കണ്ടിരുന്നു കുറെ സ്റ്റോറീസിൽ അഞ്ചാമത്തെ പാർട്ട് തൊട്ട് ലോക്ക് ആവുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് അതങ്ങനെ മാറാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ എന്നറിയാം. ഇല്ല, ആദ്യം പരീക്ഷണാർത്ഥത്തിൽ തുടങ്ങിയപ്പോൾ കഥകൾ ഏറ്റെടുത്ത് ലോക്കാക്കിയിരുന്ന സമയത്താണ് ഞങ്ങൾ അത്തരത്തിൽ ചെയ്തിരുന്നത്. ഓ അതിനുശേഷം തീരെ കുറച്ച് കഥകൾ മാത്രമേ അഞ്ചാമത്തെ ഭാഗം തൊട്ട് ലോക്കാക്കിയിട്ടുള്ളൂ. ബാക്കി കഥകളൊക്കെ 16ാമത്തെ ഭാഗം മുതലാണ് ലോക്കാവുന്നത്. ഓക്കെ. അതപ്പോ കുറെ കഥയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അഞ്ചാമത്തെ പാർട്ട് തൊട്ട് ലോക്ക് ആവുന്നു എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ചോദിച്ചത് ഡൗട്ട്. ഓക്കെ. ഓക്കെ. താങ്ക് യു. താങ്ക് യു. ദേഹി സംശയം ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് സംശയമുള്ളത്, എനിക്കൊരു 390 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഓക്കെ. ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ 200 കഴിഞ്ഞാൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. ഓക്കെ. അതിനെന്താ ചെയ്യേണ്ടത്? എനിക്കത് വന്നിട്ട് അതിനെ അതായത് പറ്റിട്ട്. 200 ഫോളോവേഴ്സ് കഴിഞ്ഞ് നിങ്ങൾ 30 ദിവസങ്ങൾക്കുള്ളിൽ 5 സീരീസിന്റെ പാർട്ടുകളോ അല്ലെങ്കിൽ 5 രചനകളോ പബ്ലിഷ് ചെയ്താൽ താങ്കൾക്ക് ഗോൾഡൻ ബാഡ്ജ് ലഭിക്കുന്നതാണ്. എന്റേത് 5ഉം 7 രചനകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദയവായി ഈ വിഷയം ഒന്ന് റിപ്പോർട്ട് ചെയ്യാമോ? ഞങ്ങളിത് പ്രശ്നം കണ്ടെത്തി ഉടൻ തന്നെ പരിഹരിക്കുന്നതാണ്. ഓക്കെ. അല്ല, അതിലിങ്ങനെ ഒരു ഇത് വന്നിരുന്നു, ഇങ്ങനെ നമ്മളുടെ വാട്സപ്പിൽ ചോദിക്കും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്നുള്ളൊരു ഇത് വന്നിരുന്നു. അതെ, അത് ഗോൾഡൻ ബാഡ്ജ് ലഭിക്കുമ്പോഴാണ് വരുന്നത്. 200 ഫോളോവേഴ്സായി അടുത്ത 30 ദിവസത്തിനുള്ളിൽ 5 രചനകൾ പ്രസിദ്ധീകരിച്ചാൽ ഗോൾഡൻ ബാഡ്ജ് ഓട്ടോമാറ്റിക്കലി ലഭിക്കേണ്ടതാണ്. ആണല്ലേ? ഓക്കെ. ഓക്കെ. അത് ഈ ഗോൾഡൻ ബാഡ്ജ് കിട്ടുന്നതിന് മുമ്പുള്ള സ്റ്റോറികൾ പറ്റൂല? ഇല്ല, പറ്റില്ല. ഓക്കെ, അങ്ങനെയല്ലേ? അതെ, അതെ. അതായത് ഫോളോവേഴ്സ് ആയതിനു ശേഷം 5 രചനകളെങ്കിലും പ്രസിദ്ധീകരിക്കണം. അതും 30 ദിവസങ്ങൾ, അടുപ്പിച്ച് 30 അത് ദിവസങ്ങൾക്കുള്ളിൽ. സീരീസുകളാവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ. താങ്ക് യു. താങ്ക് യു.
ഗായത്രി സുരേഷ്. ഹലോ, കേൾക്കാവോ? പറഞ്ഞോളൂ. മാഡം, അത് പിന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്റ്റോറികൾക്കേ ഉം. അതില് ഇംഗ്ലീഷ് ഡയലോഗും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുമോ? പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് നീക്കത്തില്ലല്ലോ? ഇല്ലില്ല. അതായിരുന്നു എന്റെ സംശയം. ഓ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇസി സംസാരിച്ചോളൂ. എന്താണ് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? വ്യക്തമാവുന്നില്ല. വ്യക്തമാവുന്നില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇപ്പൊ മ്യൂട്ടാണ്. ഇപ്പൊ കേൾക്കാവോ? ഇല്ല, ബ്രേക്ക് ആവുകയാണ്. ഇപ്പൊ ഹലോ. കേൾക്കാവോ? പറഞ്ഞോളൂ. ഓക്കെ. നിങ്ങള് പ്രതിലിപി ഫേസ്ബുക്കിൽ ഓരോ സ്റ്റോറി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ. സോ അപ്പൊ നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും ഇപ്പൊ ഒരാള് സ്റ്റോറി അറിഞ്ഞ് അതിലേക്ക് വരുന്നത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണ് ഈ കഥ പ്രൊമോട്ട് ചെയ്യുന്നത്? നമ്മൾ അതിന് എന്തെങ്കിലും വേണോ? നമ്മളെ കഥയിൽ എന്തെങ്കിലും മാറ്റം, നമ്മൾ എന്തെങ്കിലും കഥകളുടെ സോറി പ്രൊമോഷൻ വരുന്നത് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമാണ് തിരഞ്ഞെടുക്കുന്നത്. ആ സോറി സമയത്തെ ട്രെൻഡ്, കേൾക്കുന്നില്ല. കഥയിലെ പ്രൊമോഷൻ മാർക്കറ്റിംഗ് ടീമുകളാണ് തിരഞ്ഞെടുക്കുന്നത്. ആ സമയത്തെ ട്രെൻഡുകൾ, വായനക്കാരുടെ എണ്ണം, ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടുന്ന കഥകൾ, ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇത്തരം രചനകൾ തിരഞ്ഞെടുക്കുന്നത്. റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ രചനകൾ വന്നാൽ അത് അത് പ്രൊമോട്ട് ഓക്കെയാണ്. ചെയ്യാൻ. പക്ഷെ നിങ്ങള് എനിക്ക് തോന്നുന്നു 2023, 2020 സ്റ്റോറീസ് ആണ് ഇപ്പോഴും പ്രൊമോട്ട് ചെയ്ത് വരുന്നത് പോലെ ഞങ്ങളിപ്പം കാണുമ്പോ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ പുതുതായി വരുന്ന സ്റ്റോറീസ് ഒന്നും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാത്തത് പോലെ. കാരണം പ്രൊമോഷൻ കണ്ടിട്ടാണ് ഇപ്പോൾ ഓരോ ആൾക്കാരും പ്രതിലിപി ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പം 2020, 2021 സ്റ്റോറീസ് ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ചില കഥകളൊന്നും ഇപ്പോഴും അറിയപ്പെടാത്ത പോലെ. ലൈക്ക് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി എന്നിട്ടാണോ നിങ്ങളത് പ്രൊമോട്ട് ചെയ്യുന്നത്? ഞങ്ങളുടെ അതായത് ഒരു കഥ മാർക്കറ്റിംഗ് മുഴുവൻ നിങ്ങൾ ടീമാണ് വായിച്ച് വിവിധ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം രചനകൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. അത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓക്കെ. കുഞ്ഞു ദയവായി സംസാരിക്കണമെന്ന്, സംശയം ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, ചോദിച്ചോളൂ. ഞാൻ ആദ്യമായിട്ടൊരു സ്റ്റോറി എഴുതി. അതില് 12 ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ റീച്ച് ഒന്നും കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ്? ബാക്കി എഴുതാത്തോണ്ടാണോ അതോ? സ്ഥിരമായി പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ റീച്ച് കിട്ടുകയുള്ളൂ. ആണല്ലേ? ഇത് ഭയങ്കര സ്ലോലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പെട്ടെന്ന് റീച്ച് കൂടുകയൊന്നുമില്ല. പതിയെ പതിയെ നമ്മൾ എഴുതി വായനക്കാരുടെ ഇടയിൽ നമ്മൾ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് വേണ്ടത്. പിന്നൊരു കാര്യം പറയാനുള്ളത്, അതിൽ നമ്മള് കഥാപാത്രങ്ങളുടെ ഫോട്ടോസ് ഒക്കെ നമുക്ക് ആനിമേറ്റ് ചെയ്ത് ഇടാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സ്റ്റോറീസ്. എന്താണ്? കഥാപാത്രങ്ങൾ, ഓരോ കഥാപാത്രങ്ങളുണ്ടല്ലോ, അവരുടെ ആ. കഥാപാത്രങ്ങൾക്ക് ഓരോ പിക്ചർ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത് സ്റ്റോറി. താങ്കൾക്ക് ഒരു ചാപ്റ്ററിൽ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുള്ള ഓപ്ഷൻ പ്രതിലിപിയിൽ തന്നെയുണ്ട്. ഉണ്ടല്ലേ? അതെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നകുൽ സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹലോ മാഡം, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. മാഡം, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ പാർട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴും 1000 വേർഡ്സിൽ കുറയാണ്ട് വേർഡ്സ് ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ടോ? ആക്ച്വലി മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ, മത്സരങ്ങളിൽ പരിഗണിക്കണമെങ്കിൽ ഒരു ഭാഗത്തിന് 1000 വേർഡ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അല്ലാതെ അല്ല. അതിൽ നിർബന്ധമൊന്നുമില്ല. ഓക്കെ. അതായിരുന്നു എന്റെ ഡൗട്ട്. ഓക്കെ, താങ്ക് യു.
അഹല്യം നേരത്തെ സംശയം ചോദിച്ചിരുന്നു എന്ന് കരുതുന്നു. മറ്റെന്തെങ്കിലും കൂടി ചോദിക്കാനുണ്ടോ? ഒരു ഡൗട്ടും കൂടെ ഉണ്ടായിരുന്നു. അതായത് ചോദിച്ചോളൂ. ആ, നമ്മളിപ്പം നമ്മുടെ ചാറ്റ് റൂം ഓപ്പൺ ആവുന്ന ഈ 200 ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ ഗോൾഡൻ ബാഡ്ജ് ഒക്കെ കിട്ടി കഴിയുമ്പല്ലേ, അതെ അപ്പോ അത് കഴിയുമ്പോ ഈ ചാറ്റ് റൂമിലെ ആൾക്കാര് അവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണല്ലോ കയറുന്നത്. അതായത് നമുക്ക് മിനിമം 25 രൂപ സബ്സ്ക്രിപ്ഷനിലൊക്കെയാണല്ലോ കയറുന്നത്. അതെ. അപ്പോ അത് നമുക്കാണോ അതോ നേരെ പ്രതിലിപിയിലേക്കാണോ പോകുന്നത്, അതോ നമ്മളുടെ സമ്പാദ്യത്തിലേക്കാണോ വരിക? ഐ മീൻ, സമ്പാദ്യത്തിലേക്കാണ് വരിക. പക്ഷെ എനിക്ക് കഴിഞ്ഞ മാസം തോന്നുന്നു 3 പേരെന്തോ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ചാറ്റ് റൂമിൽ. പക്ഷെ അത് എന്റെ സമ്പാദ്യത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് സൂപ്പർ ഫാൻസ് മാത്രമല്ല, പ്രീമിയം സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരുടെയും ചാറ്റ് റൂമിൽ കയറാൻ സാധിക്കും. അങ്ങനെ ഉണ്ടല്ലേ? ആ, അവർ നിങ്ങളുടെ കഥ വായിക്കുകയാണെങ്കിൽ അവരുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷന്റെ തുകയുടെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതാണ് എല്ലാ മാസത്തിന്റെയും അവസാന ദിവസം അക്കൗണ്ടിൽ പ്രതിലിപിയിൽ ഡെബിറ്റ് ആവുന്നത്. അപ്പൊ നമ്മുടെ കോയിൻസ് എല്ലാ മാസവും കോയിൻസ് നമുക്ക് കിട്ടൂല. ആ കോയിൻസിന്റെ ഒപ്പം തന്നെയാണല്ലേ വരുന്നത്? അതെ, ആ ആ, കോയിൻസ് ആണ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് അവസാനം ഒരു എമൗണ്ട് ഓഫ് കോയിൻസ് വരുന്നത്. അങ്ങനെയാണല്ലേ? അപ്പോ അതെ, അല്ലാതെ നമ്മളുടെ ചാറ്റ് റൂമിലേക്ക് ഇപ്പം ഡയറക്റ്റ് ഒരാള് സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത ഒരാൾ കയറുകയാണെങ്കിലോ? സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ, അതായത് സൂപ്പർ ഫാൻ സബ്സ്ക്രിപ്ഷനോ ഇതോ പ്രീമിയം സബ്സ്ക്രിപ്ഷനോ ഇല്ലാതെ നേരിട്ട് ഒരാൾക്ക് കയറാൻ സാധിക്കില്ല. ഇല്ല അല്ലേ? ഇല്ല. ആ, ഓക്കെ. അതായിരുന്നു ഡൗട്ട്. ശരി, താങ്ക് യു. താങ്ക് യു. പത്മ ദയവായി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത രണ്ടുപേരും കൂടി കഴിയുമ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ്. വെള്ളിയാഴ്ച എല്ലാവർക്കും സംശയം ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. പത്മ ചോദിച്ചോളൂ. എന്റെ സംശയം ഇതാണ്. നമ്മളിപ്പോ ഷോർട്ട് സ്റ്റോറി അല്ലാതെ ഒരു സീരീസ് എഴുതുന്ന ഒരു റൈറ്ററാണ് ഞാൻ. അപ്പോൾ ഓക്കെ. ഒരു ദിവസം 2-3 സ്റ്റോറീസ്, അതായത് 2-3 ടൈപ്പ് സ്റ്റോറീസ് ഡെയിലി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിപിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഫേവർ കിട്ടുമോ? കഥകൾ പ്രൊമോഷന് പോകുന്നതും റെക്കമെൻഡേഷൻ സിസ്റ്റത്തിന് പോകുന്നതും എല്ലാം സിസ്റ്റമാണ് തിരഞ്ഞെടുക്കുക. അത് മാനുവലി ചെയ്യുന്ന ഒരു കാര്യമല്ല, ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇവയൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്താലും 2-3 പോസ്റ്റ് ചെയ്താലും നമുക്ക് ആ ഒരു സിസ്റ്റം വഴിയേ നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ. അതെ, മാനുവൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ, അതായത് ആർക്കും ഒരു ഫേവറും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുന്നത് കൊണ്ടും ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് സംഭവിക്കുക. ഓക്കെ, താങ്ക് യു. അതായത് ഡൗട്ട്. റൂഹ് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സോറി, റൂഹ് ദയവായി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. നിങ്ങളെ ഈ പ്രീമിയമിൽ വരുന്ന കഥകളില്ലേ, അതെ, അത് ഹലോ, ഓക്കെ, അത് നമുക്ക് വായിക്കുമ്പോൾ ചില സ്റ്റോറീസ് ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ തീരെ നിലവാരമില്ലാതെ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതിലും നല്ല നല്ല കഥകളൊക്കെ നമുക്ക് പ്രീമിയം അല്ലാണ്ട് തീരെ ഫോളോവേഴ്സും ഇല്ല, തീരെ റൈറ്റിങ്ങും കിട്ടുന്നില്ല, അങ്ങനെ പോകുന്നുണ്ട്. അത് എന്തിന്റെ പേരിലാണത്? അതായത് നമ്മുടെ പ്രീമിയത്തിൽ കഥകൾ ഉൾപ്പെടുന്നത് ഗോൾഡൻ ബാഡ്ജ് കിട്ടിയാൽ കഥകൾ ഓട്ടോമാറ്റിക്കായി പ്രീമിയത്തിൽ പോകും, ഓക്കെ, 16ാമത്തെ ഭാഗം തൊട്ട്. കഥകളെല്ലാം, അതായത് പ്രതിലിപി ഒരിക്കലും കഥകൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. ഏത് രചയിതാവിനും ഓക്കെ, കഥകൾ എഴുതി പ്രസിദ്ധീകരിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രതിലിപി. നിങ്ങൾക്ക് 200 ഫോളോവേഴ്സായി നിങ്ങൾ സ്ഥിരമായി പബ്ലിഷ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഒരു രചനയുടെ 16ാമത് ഭാഗം മുതൽ പ്രീമിയത്തിലേക്ക് പോകും. ഞങ്ങൾ പ്രീമിയത്തിൽ ഉൾപ്പെടുത്തുന്ന കഥകൾ ജഡ്ജ് ചെയ്യുകയോ അതിന്റെ നിലവാരം അളക്കുകയോ ചെയ്യുകയില്ല.
അതുപോലെ തന്നെ ഓരോ കഥകളെ കുറിച്ചുമുള്ള അഭിപ്രായം ഓരോ വായനക്കാരൻ്റെതാണ്. ഇപ്പോ നമുക്കൊരു കഥ നിലവാരമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തീരുമാനിക്കാൻ ഒരു വായനക്കാരനോ ഞങ്ങൾക്കോ കഴിയില്ല. ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ ഓരോ കഥകളെയും കാണുന്നത്. ഇപ്പൊ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, ഇപ്പോ നിങ്ങൾ പറഞ്ഞു പ്രൊമോട്ട് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയ ഒരു നേരത്തെ ഒരു കുട്ടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് മാറ്റി ഞങ്ങൾക്ക് ഒരുപാട് പുതിയ കഥകൾ ഉണ്ട്, മുന്നിലൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പഴയ കഥകളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. താങ്കളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ അതേസമയം തന്നെ ഇത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് പൂർണ്ണമായും മാർക്കറ്റിംഗ് ടീം ഡേറ്റകളുടെ അനുസരിച്ചാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഭവിത ദയവായി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ കൂടി ഇതോടുകൂടി ഞങ്ങൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച സംസാരിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ഫുൾ ക്ലാസ് അതിനു വേണ്ടി മാത്രം മാറ്റിവെക്കുന്നതാണ്. മാം കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. അതായത് നമുക്ക് എപ്പോൾ മുതലാണ് വരുമാനം കിട്ടി തുടങ്ങുന്നത്? വരുമാനം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറുന്നതാണോ അതോ ഏൺ ചെയ്യാൻ ആരംഭിക്കുന്നതാണോ? ആരംഭിക്കുന്നത് എപ്പോൾ തൊട്ടാണ്? പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിലേക്ക് വരുമാനം എത്തുന്നത്? ഗോൾഡൻ ബാഡ്ജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പോ നിങ്ങൾ രചന പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരുമാനം ലഭിച്ചു തുടങ്ങാം. ആൾക്കാർ സ്റ്റിക്കറുകൾ നൽകുന്നതിലൂടെയാണ് ഗോൾഡൻ ബാഡ്ജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഗോൾഡൻ ബാഡ്ജ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രചനകൾ 16ാമത് ഭാഗം മുതൽ ലോക്കാവും. ആ ലോക്കുകൾ അൺലോക്ക് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. ഇതിന് 3 രീതികളാണുള്ളത്. ഒന്ന്, പ്രീമിയം സബ്സ്ക്രൈബർ അൺലോക്ക് നിങ്ങളുടെ ലോക്കായ ഭാഗങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. അതുപോലെ സൂപ്പർ ഫാൻ, നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു സൂപ്പർ ഫാൻ എത്തിയാൽ, നിങ്ങളുടെ പ്രൊഫൈൽ ഒരു വായനക്കാരൻ സബ്സ്ക്രൈബ് ചെയ്താൽ അതിൻ്റെ ഒരു തുക നിങ്ങൾക്ക് വരുമാനമായി ലഭിക്കും. അതുപോലെ തന്നെ ഓരോ വായനക്കാരനും അൺലോക്ക് ചെയ്ത് വായിക്കുന്നതും കോയിനുകൾ കൊടുത്ത് അൺലോക്ക് ചെയ്ത് വായിക്കുന്നത് വഴിയും നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. നിങ്ങളുടെ വരുമാനം 50 രൂപയാകുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഈ വരുമാനം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഡീറ്റെയിൽസ് നമ്മൾ എവിടെയാണ് ഇതിന് കൊടുക്കേണ്ടത്? 50 രൂപയാകുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചേർക്കാനുള്ള ഓപ്ഷൻ പ്രതിലിപിയിൽ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ മാം, താങ്ക് യു. ഒരാൾ കൂടി കൈപൊക്കിയിട്ടുണ്ട്. ദയവായി അയാൾ കൂടി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇൻഫിനിക്സ് ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്, ദയവായി സംസാരിക്കണമല്ലോ. ഹലോ, പറഞ്ഞോളൂ. ഈ പ്രതിഭ അവാർഡ് ഉണ്ടല്ലോ, ഓക്കെ, ഇതില് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും പങ്കെടുക്കാൻ പറ്റുമല്ലോ? അപ്പൊ ഒരു ബിഗിനർ ആണെങ്കിൽ കൂടെ. അതെ. അപ്പൊ അതില് ഈ പ്രൈസ് റിസൾട്ട് ചെയ്യുമ്പോ ഇപ്പൊ അത് വ്യൂസിന്റെ കൗണ്ടിലാണോ അതോ അതിന്റെ റിവ്യൂസ് ആ ബേസിലാണോ അതോ സ്റ്റോറിയുടെ കണ്ടന്റിലാണോ നിങ്ങൾ റിസൾട്ട് അനൗൺസ് ചെയ്യണത്? ബ്ലോഗിലാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ബ്ലോഗ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഭാഗമുണ്ട് പ്രതിലിപിയിൽ. എഴുതുക എന്നുള്ള സ്ഥലത്ത് പോയി നോക്കിയാൽ, എഴുത്തിന്റെ റിപ്പോർട്ട് എന്നുള്ളതൊക്കെ പോയി നോക്കിയാൽ അത് കാണാൻ സാധിക്കും. ഒരേ നിമിഷം. എങ്ങനെയാണ് ജഡ്ജ്മെന്റ് എന്നാണോ ചോദിച്ചത്? അതെ. ഓക്കെ, ഞങ്ങളുടെ ടീം കൃത്യമായി ഈ കഥകൾ വായിക്കുകയും ആ വായനയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജഡ്ജ്മെന്റ് നടത്തുക. ജഡ്ജ്മെന്റ് രീതി എങ്ങനെയാണെന്നുള്ളത് ഇവന്റിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നിടത്ത് കൃത്യമായ രീതിയിൽ പൂർണ്ണമായ ഡോക്യുമെന്റ് നൽകിയിട്ടുണ്ട്. താങ്കൾക്ക് അത് വായിച്ചു നോക്കാവുന്നതാണ്. താങ്ക് യു. അപ്പോ ഈ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്രദമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
തുടർന്ന് അടുത്ത 2 ദിവസങ്ങൾ കൂടി ക്ലാസ് ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു ദിവസം സംശയങ്ങൾ മാത്രം തീർക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. എല്ലാവരും നാളെയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തെ ദിവസത്തെ ക്ലാസ് കുറച്ചധികം നീണ്ടുപോയതിന് ക്ഷമ ചോദിക്കുന്നു.